നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യ പാക് അതിർത്തിയിൽ ഈ അടുത്ത് നടന്ന ചില സംഭവങ്ങളുണ്ട്. അവ അത്ര സാധാരണ സംഭവങ്ങളല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ ഒരു സാധ്യതയാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ജമ്മു കാശ്മീർ അതിർത്തിയിൽ ശരിക്കും നടക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഡിഫൻസ് അനലിസ്റ്റുകളെയൊക്കെ ശരിക്കും കുഴപ്പിക്കുന്നത്. കാരണം സംഭവം ഒന്നല്ല രണ്ടെണ്ണമാണ്, അതും വെറും 48 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു സാധാരണ നുഴഞ്ഞുകയറ്റമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇതിലൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, അത് വളരെ വ്യക്തമാണ്. നോക്കൂ, സംഭവിച്ചത് ഇതാണ്. 2 ദിവസം മുൻപ് ഒരു 4-6 പാകിസ്ഥാനി ഡ്രോണുകൾ അതിർത്തി കടക്കാൻ ഒരു ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. തൊട്ടടുത്ത ദിവസം രാത്രി വീണ്ടും 2 ഡ്രോണുകൾ വരുന്നു, അതും അതേ സ്ഥലത്തേക്ക് തന്നെ. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വരണമെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവർ കൃത്യമായി എന്തോ ഒന്ന് തേടിയാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? ഇതൊരു വെറും നുഴഞ്ഞുകയറ്റമല്ലെന്ന് ഉറപ്പായി. ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് മിഷനാണെന്നാണ് പറയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന്, അതാണ് അവർ തിരയുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. പിടിക്കപ്പെട്ടാൽ വെടിവെച്ചിടുമെന്ന് 100% ഉറപ്പാണ്. എന്നിട്ടും എന്തിനാണ് പാകിസ്ഥാൻ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്? എന്താണ് അവർക്ക് അത്രയേറെ വേണ്ടപ്പെട്ട ആ ഒരു കാര്യം? അപ്പോൾ ആ ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ തിയറി അനുസരിച്ച് ഈ ഡ്രോണുകൾക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: ഇന്ത്യയുടെ S-400. അതിനെ പ്രേതമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ പ്രേതത്തിൻ്റെ രഹസ്യ സങ്കേതം കണ്ടെത്തുക. അപ്പോൾ എന്താണ് ഈ S-400 നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? ഇതൊരു സാധാരണ മിസൈൽ സിസ്റ്റം അല്ല. ശത്രുവിൻ്റെ വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്തുമാവട്ടെ, അതിനെയൊക്കെ ഏകദേശം 400 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ കണ്ടെത്താനും തകർക്കാനും കഴിവുള്ള ഒരു വമ്പൻ എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു തകർക്കാനാവാത്ത കോട്ട. ഒരു സംശയവുമില്ല, ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ഇതൊരു വെറും ഊഹാപോഹമല്ല കേട്ടോ. കാരണം പാകിസ്ഥാൻ ഒഫീഷ്യൽസ് തന്നെ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യയുടെ S-400നെ കണ്ടെത്തുക എന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ നീക്കങ്ങളെ നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ടതില്ല. അപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ S-400നെ ഇത്രയധികം പേടിക്കുന്നത്? കാരണം സിമ്പിളാണ്. അത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു നെടുന്തൂണാണ്. ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കാൻ നമുക്ക് ചക്രവ്യൂഹം എന്ന വാക്കുപയോഗിക്കാം. അതെ, മഹാഭാരതത്തിലെ അതേ ചക്രവ്യൂഹം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ ചക്രവ്യൂഹത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ ഹൃദയഭാഗത്ത് S-400 സിസ്റ്റം വെച്ചിരിക്കുകയാണ്. അതിനു ചുറ്റും ഒന്നല്ല പല ലെയറുകളിലായിട്ട് ഇന്ത്യയുടെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റങ്ങളായ ആകാശും മറ്റ് റഡാറുകളും ഒരു കവചം തീർക്കുന്നു. ഇതിനർത്ഥം പുറത്തുനിന്നൊരു ശത്രുവിന് ഈ പ്രതിരോധം ഭേദിച്ച് S-400ൻ്റെ അടുത്തേക്ക് എത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയറാണ്: ഈ ചക്രവ്യൂഹം തകർക്കണോ എങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അതിൻ്റെ ഹൃദയമായ S-400നെ തന്നെ ടാർഗറ്റ് ചെയ്യണം. അതിനെ ഇല്ലാതാക്കിയാൽ ഈ പ്രതിരോധ കോട്ട മുഴുവൻ തകർന്നു വീഴും. അതുകൊണ്ട് തന്നെയാണ് S-400 എവിടെയാണെന്ന് കണ്ടെത്തുന്നത് ശത്രുവിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഭീഷണി, ഇതിനെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നത്? വെറും ആയുധം കൊണ്ടല്ല, അതിനേക്കാൾ എത്രയോ മൂർച്ചയേറിയ ഒന്നുണ്ട് ഇന്ത്യയുടെ കയ്യിൽ: രഹസ്യാത്മകത, അതായത് സീക്രസി. ഇന്ത്യയുടെ കാര്യത്തിൽ ഇതൊരു പുതിയ നീക്കമാണ്. കാരണം സാധാരണ നമ്മൾ റഫായൽ വിമാനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ടാങ്ക് വരുമ്പോഴോ ഒക്കെ അതിൻ്റെ വലിയ ഉദ്ഘാടനവും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കാണാറുണ്ടല്ലേ? പക്ഷേ S-400ൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ അടുത്തൊരു ഫോട്ടോ പുറത്തു വന്നതല്ലാതെ വേറൊന്നും ആരും കണ്ടിട്ടില്ല. എവിടെയാണത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്ന് പോലും ആർക്കും ഒരു പിടിയുമില്ല. ഇതൊരു വലിയ സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ്. ഈ സ്ട്രാറ്റജിയുടെ റിസൾട്ട് എന്താണെന്നല്ലേ ഒരു ഡിഫൻസ് അനലിസ്റ്റ് പറഞ്ഞതുപോലെ, S-400 ശത്രുക്കൾക്കൊരു പ്രേതമായി മാറി. അതായത് അതവിടെ എവിടെയോ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് കൃത്യമായി എവിടെയാണെന്ന് മാത്രം ആർക്കും അറിയില്ല. ഈ ഒരു അൺസർട്ടനിറ്റി, ഈ ഒരു അനിശ്ചിതത്വം, അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് ഇന്ത്യ ഈ ലൊക്കേഷൻ ഇത്ര വലിയൊരു രഹസ്യമായി സൂക്ഷിക്കുന്നത്? അതിന് കാരണം ഈ കളി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ഇന്ത്യൻ നാഷണൽ ഇൻ്റലിജൻസ് വാർ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നോക്കൂ, പാകിസ്ഥാൻ്റെ 2 പ്രധാനപ്പെട്ട സഖ്യകക്ഷികളാണ് ചൈനയും തുർക്കിയും. ഈ 2 രാജ്യങ്ങളുടെയും കയ്യിലും S-400 ഉണ്ട്. അതിനർത്ഥമെന്താ? അവർക്ക് ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ ടെക്നിക്കൽ ഡീറ്റെയിൽസും അറിയാം. ഒരുപക്ഷേ അതിൻ്റെ വീക്ക്നെസ്സുകൾ പോലും അവർക്കറിയാമായിരിക്കാം. ഈ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. ഒരുപക്ഷെ S-400ന് ചില ദൗർബല്യങ്ങൾ ഉണ്ടാകാം. ചൈനയും തുർക്കിയും ആ വിവരങ്ങൾ പാകിസ്ഥാന് കൊടുത്തൊന്നും വരാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്: ആയുധത്തിൻ്റെ വീക്ക്നെസ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആയുധം എവിടെയാണെന്ന് കൂടി അറിയണ്ടേ?
അതുകൊണ്ട് S-400ന്റെ ലൊക്കേഷൻ എന്ന ആ ഒരൊറ്റ രഹസ്യം അത് ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായി മാറുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് എത്തിക്കുന്നത്. ഈ സാറ്റലൈറ്റുകളുടെയും സൈബർ വാർഫെയറിന്റെയും ഒക്കെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ആയുധമെന്നത് ശത്രുവിന് കാണാൻ കഴിയാത്ത ആയുധമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ.